ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാൽ, ശോഭന എന്നിവർ പ്രധാന താരങ്ങളെ തരുമൂർത്തി സംവിധാനം ചെയ്ത് ഏപ്രിൽ 25 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്തിരിക്കുന്ന മലയാള സിനിമയാണ് തുടരും. ചിത്രത്തിന്റെ 9ാം ദിവസം കൂടിയായ രണ്ടാമത്തെ ശനിയാഴ്ചയിലേക്കാണ് ഇന്ന് കടന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ 2ാം ദിവസം കൂടിയായ ആദ്യ ശനിയാഴ്ച ഈ സിനിമ പ്രീസെയിൽ കളക്ഷനായി കളക്ട് ചെയ്തത് 3,77,00,000 രൂപയായിരുന്നുവെങ്കിൽ ചിത്രത്തിന്റെ 9ാം ദിവസമായ രണ്ടാമത്തെ ശനിയാഴ്ചയായി ഇന്ന് ഈ സിനിമ പ്രീസെയിൽ കളക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് 3,88,00,000 രൂപയാണ്. അതായത് 2ാം ദിവസമായ ശനിയാഴ്ച നേടിയതിനേക്കാൾ പ്രീസെയിൽ കളക്ഷൻ ഇന്ന് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 9ാം ദിവസമായ രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയായി ഇന്നും ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 6.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി തുടരും എന്ന ഈ മോഹൻലാൽ ചിത്രത്തിന്റെ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ ബുധനാഴ്ച വരെയുള്ള ആദ്യ 6 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 39,95,00,000 രൂപയായിരുന്നു കളക്ട് ചെയ്തത്. 7ാം ദിവസമായ വ്യാഴാഴ്ച 6,80,00,000 കേരള കളക്ഷൻ സ്വന്തമാക്കിയ സിനിമ 7 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 46,75,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ 6 കോടിക്ക് മുകളിലായിരുന്നു. ടോട്ടൽ 53 കോടിയോളം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ കേരള കളക്ഷൻ. ഇനി ഈ ചിത്രത്തിന്റെ 7 ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനിലേക്ക് വന്നാൽ 11,70,00,000 രൂപയാണ് ഇവിടെ നിന്നും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം ആദ്യ 7 ദിവസം കൊണ്ട് വിദേശ കളക്ഷനായി $7 മില്യൺ, അതായത് 60,20,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 118,65,00,000 രൂപയാണ് ആദ്യ 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. 8ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 128 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഭാഷകളിലെ 4 സിനിമകൾ മെയ് 1 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയിരുന്നു. സൂര്യനായകനായി കാർത്തിക് സുബ്രാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത റെഡ്രോ എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് 2,50,00,000 രൂപയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ആദ്യ ദിവസം 15 കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായി ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ 34-35 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വരുമ്പോൾ 46 കോടി രൂപയുടെ പോസ്റ്ററാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 2ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 65 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 3,15,00,000 കളക്ട് ചെയ്ത ഈ സിനിമയുടെ 2ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 8-10 കോടി റേഞ്ചിലാണ്. ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18-20 കോടി റേഞ്ചിലുമാണ്. ടോട്ടൽ 2 ദിവസം കൊണ്ട് 50-55 കോടി റേഞ്ചിലാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. മെയ് 1 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. അഭിഷാൻ ജീവന്ത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ എം ശശികുമാർ, സീമറ, മിഥുൻ ജയശങ്കർ, കമലേഷ് എന്നിങ്ങനെയാണ് താരങ്ങൾ. കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് 3 ലക്ഷം രൂപയായിരുന്നു. അതേസമയം തമിഴ്നാട്ടിൽ ആദ്യ ദിവസം മികച്ച കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 2,20,00,000 രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ. 2ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടിക്ക് മുകളിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി 3,70,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷനായി 4 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് സിനിമയായ ഹിറ്റ് യൂണിവേഴ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഹിറ്റ് 3 കഴിഞ്ഞ ദിവസം മെയ് 1 തിയേറ്ററിലെത്തിയത്. ശൈലേഷ് കൊളാനു തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നാനി, ശ്രീനിധി ഷെട്ടി എന്നിങ്ങനെയാണ് താരങ്ങൾ. ചിത്രം ബോക്സ് ഓഫീസിൽ വളരെ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാഴം, വെള്ളി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ 18 ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഔദ്യോഗിക വേൾഡ് വൈഡ് കളക്ഷൻ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചു. 43 കോടി രൂപയാണ് ഔദ്യോഗിക കളക്ഷൻ പോസ്റ്റർ പ്രകാരം ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. അതേസമയം വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആദ്യ ദിവസം ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 41 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 2ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 20 കോടി റേഞ്ചിലാണ്. അപ്പോൾ ആദ്യ 2 ദിവസം കൊണ്ട് 60 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. മെയ് 1 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് റെയ്ഡ് 2. 2012 തിയേറ്ററിലെത്തിയ റെയ്ഡിന്റെ 2ാം ഭാഗമായി തിയേറ്ററിലെത്തിയിരിക്കുന്ന ഈ സിനിമ രാജ്കുമാർ ഗുപ്തയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ആക്ഷൻ ക്രൈം ത്രില്ലർ സിനിമയിൽ അജയ് ദേവ്ഗൻ, റിതേഷ് ദേശ്മുഖ്, വാണി കപൂർ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി കളക്ട് ചെയ്തത് 19,71,00,000 രൂപയായിരുന്നു. ആദ്യ ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 22,75,00,000 രൂപയുമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആദ്യ ദിവസം 3 കോടി കളക്ട് ചെയ്ത ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 25,75,00,000 രൂപയാണ്. 2ാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 12,10,00,000 രൂപയും ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 13,50,00,000 സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഇന്നലെ കളക്ട് ചെയ്തത് 17,50,00,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 42-43 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് എന്നിങ്ങനെ വിവിധ ഭാഷകളിലെ 5 സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.